പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു പുതിയ വീഡിയോയുമായിട്ട് ഇതാ ലക്ഷ്മി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തിയിരിക്കുന്നു. ചിരട്ടപ്പുട്ടുണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് വീഡിയോ. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചിരട്ടപ്പുട്ടിൻ്റെ പൊടി വാങ്ങിക്കൊണ്ട് വന്നു. അത് KK എന്ന് പറയുന്നൊരു കമ്പനിയുടെ ആയിരുന്നു. അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സമ്പൂർണ്ണ വിവരം ഇപ്പോൾ കാണിച്ച ആ ഭാഗത്തുണ്ട്, വീഡിയോയുടെ ആ ഭാഗത്തുണ്ട്. അപ്പം അടുത്ത ഭാഗം പൊടി പോലെ തന്നെ അത്യാവശ്യമാണ് തേങ്ങാപ്പീര. അപ്പോൾ തേങ്ങാപ്പീരയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു ചിരട്ടയ്ക്കകത്തുനിന്ന്, അതായത് ഒരു തേങ്ങ പൊട്ടിച്ചതിൻ്റെ അകത്തുനിന്ന് നമ്മൾ തേങ്ങ കൊത്തി അരിഞ്ഞെടുത്ത് ചെറിയ പീസുകളാക്കി എടുത്തിട്ട് മിക്സിക്കകത്തിട്ട് അത് അരച്ചെടുക്കുന്നതാണ്. അതിന് കഴുകുകയൊക്കെ ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇപ്പം കാണുന്നത്. കഴുകി കഴിഞ്ഞതിന് ശേഷം അത് മിക്സിയിലിട്ട് ഒന്ന് അരയ്ക്കുമ്പോൾ അത് നല്ല പീര പോലെയാവും. ചിരവയ്ക്ക് പകരമാണിത്. അപ്പം ചിരവയൊക്കെ ഇപ്പം അന്യം നിന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഉപയോഗിച്ചത്, മിക്സി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തേങ്ങാപ്പീര റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങാപ്പീര റെഡിയാകാനായിട്ട് ഇനിയും ഏതാനും നിമിഷങ്ങൾ മാത്രം. അതാ റെഡിയായിരിക്കുന്നത്. പാത്രങ്ങൾ കഴുകിക്കൊണ്ട് വരണ്ടേ. മിക്സിയിലേക്ക് തേങ്ങയുടെ പൂളുകളിട്ട് അത് മിക്സിയിലിട്ട് അരച്ചു. അരച്ചതിന് ശേഷം അത് നമ്മൾ കാണിക്കുകയാണ്. തേങ്ങാപ്പീര റെഡിയായിരിക്കുന്നു. അടുത്ത ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടി പാത്രത്തിലിടുന്നതിന് വേണ്ടിയിട്ട്, ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുന്നു. ഒരു പാത്രമെടുത്ത് അതിലേക്ക് കുറച്ച് പൊടി, ഒരു ചിരട്ടയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ചിരട്ടപ്പുട്ടാണ്, ഒരു കുറ്റിയല്ല, ഒരു ചിരട്ടപ്പുട്ട്. അതൊരു 50 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം മതിയാവും. അത് ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് സ്വല്പം ഉപ്പിടണം. ഉപ്പ് ഇട്ട് അതൊരു മയത്തിന് ഉപ്പിട്ടാൽ മതി. ഒത്തിരി ഉപ്പിട്ടാൽ പിന്നെ തിന്നാൻ പറ്റാതെ വരും. ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കുക. സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയാൽ മതി. ഇളക്കിയതിന് ശേഷം ആ തേങ്ങാപ്പീര, ഒരു മുറി തേങ്ങ ഉണ്ടായിരുന്നു, ആ ഒരു മുറി തേങ്ങ മുഴുവനുമായിട്ട് ഇടുക. ഇത് ഔട്ട് ഓഫ് സ്റ്റാൻഡേർഡാണ്. എൻ്റെ സ്വന്തം കണ്ടുപിടുത്താണ് തേങ്ങാപ്പീര ഇടാം എന്നുള്ളത്. തേങ്ങാപ്പീര മൊത്തം ഇട്ടിട്ട് അത് ശരിക്കും ഇളക്കുക. അത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ അതിനകത്ത് ഒഴിക്കുന്നത്. 1/2 ഗ്ലാസ് വേണ്ട, ഒരു 1/4 ഗ്ലാസ്. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് അതങ്ങ് ഇളക്കി യോജിപ്പിക്കുക. അത് സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ ശരിയാവുകയില്ല. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ അതിനെ ഇളക്കി കട്ടകളൊന്നും ഇല്ലാതെ ഞെരടി നല്ല പുട്ടിന് ഇതെന്ന് പറയുന്നത് അതിനെ യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ എടുത്തതിനേക്ക് ഇനിയിപ്പോൾ നമ്മൾ കഴുകിക്കൊണ്ട് വരുന്നത് ഈ ചിരട്ടപ്പുട്ടിൻ്റെ അച്ചാണ്, അതിൻ്റെ കുറ്റി. അതായത് ഒരു ചിരട്ട പോലെ ഇരിക്കുന്ന ഒരു പാത്രമാണ്, അതിൻ്റെ തുളയുണ്ട്. അപ്പോൾ അതിൻ്റെ ചില്ല് പണ്ടം കണ്ടോ കാണാൻ പോയിട്ടുണ്ട്. അതൊരു വാഴയില കൊണ്ടാണ് അത് ഞാൻ അടയ്ക്കാൻ പോകുന്നത്. അതിനൊരു വാഴയില വെട്ടിക്കൊണ്ട് വന്ന് കുഞ്ഞൊരു പീസ്, വാഴയ്ക്ക് നോക്കാതിരിക്കാനായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് അത് കൊണ്ടുവന്ന് കഴുകി വട്ടത്തിൽ വെട്ടി മുറിച്ചെടുത്തിട്ട് അതിൻ്റെ തുളയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വയ്ക്കുകയാണ്. ഇതിൻ്റെ വട്ടത്തിൽ മുറിച്ചെടുത്തത് കാണാം. അപ്പം വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് അതിനൊരു തുള ഇടണം. ആ തുള ഇട്ട് കഴിഞ്ഞിട്ട് അതാണ് ചില്ലായിട്ട് ഉപയോഗിക്കുന്നത്. ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈ പൊടിയും സ്റ്റീമുമായിട്ട് കിടക്കുന്നിടത്തുള്ളൊരു ബാരിയറാണത്. അപ്പോൾ പിന്നെ വെള്ളം, നമ്മൾ പ്രഷർ കുക്കറിൻ്റെ അകത്ത് വെള്ളം വെച്ചിട്ട് അതിനകത്ത് വെള്ളം നിറച്ചെടുക്കുക. നിറച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിൽ വെച്ച് അവനെ ചൂടാക്കാം. അത് തിളച്ച് കഴിയുമ്പോഴാണ് സ്റ്റീം കിട്ടാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ചു. അങ്ങനെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന പാത്രം അതിൻ്റെ അടപ്പിട്ട് അടയ്ക്കണം. അടപ്പിട്ട് അടയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ നോസിൽ അതിൻ്റെ മുകളിലുള്ള വെയിറ്റ് എടുത്ത് മാറ്റണം. വെയിറ്റ് എടുത്ത് മാറ്റിയിട്ടാണ് നമ്മളിത് അടയ്ക്കുന്നത്. അടച്ചതിന് ശേഷം വെയിറ്റ് ഊരാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രഷർ ഭയങ്കരമായിട്ട് പുറത്തോട്ട് ചീറ്റുക. അങ്ങനെ അബദ്ധം കാണിക്കരുത്. അപ്പോൾ നമ്മൾ ഈ നനച്ച് വെച്ചിരിക്കുന്ന പൊടി ഒരു സ്പൂണ് കൊണ്ട്, നമ്മൾ ചോറ് വിളമ്പുന്നൊരു സ്പൂൺ, ആ സ്പൂൺ കൊണ്ട് ഈ പാത്രത്തിൽ നിറച്ചെടുക്കണം. അതിന് മുമ്പ് സ്വല്പം തേങ്ങയൊക്കെ ഇടാവേ. തേങ്ങാപ്പീരോടെ ഇടുന്നത് ഞാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ തേങ്ങ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇങ്ങോട്ട് മുമ്പ് സാധാരണ കുറ്റിക്കകത്ത് പൊട്ട് ഇടുന്ന പോലെ തന്നെ ഇതിലേക്ക് കോരി നിറയ്ക്കണം. നിറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് അതിൻ്റെ അകത്ത്, അതായത് ഒരൊറ്റ ആ പാത്രത്തിനകത്ത് കൊള്ളാവുന്ന രീതിയിൽ അതൊക്കെ ഇടിച്ച് പൊടിച്ച് അതിൻ്റെ അകത്ത് കയറ്റി നന്നായിട്ട് ശകലം പോലും വെച്ചില്ലാതെ കംപ്ലീറ്റ് അത് അളന്നെടുക്കുന്ന പോലെയാണ് അതിൻ്റെ കറക്റ്റ്നെസ്.
അപ്പോൾ ഇതിനകത്ത് എന്തുണ്ട്, ഒരു 100 ഗ്രാം പൊടിയുണ്ട്, ഒരു മുറി തേങ്ങായും ഉണ്ട്. അതാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉപ്പുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മനസ്സിലായല്ലോ. പൊടി, ഉപ്പ്, തേങ്ങ. ഇത് നമ്മൾ അടച്ചു കഴിഞ്ഞതിന് ശേഷം അതിന് നമ്മൾ പ്രഷർ കുക്കറിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കണം. മുകളിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവി വരുന്ന നോസിൽ ഈ പാത്രത്തിൻ്റെ അടിയിൽ തുളയിൽ ചെന്ന് കയറണം. ആ രീതിയിൽ അതിന് തുളയും ഒരു ട്യൂബുലറായിട്ടൊരു ഹോളുണ്ട്. ആ ഹോളിനകത്തോട്ട് ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് അവനെ എടുക്കണം. അപ്പോൾ അതിന് കൂട്ടത്തിൽ തിന്നുന്നതിന് വേണ്ടി പഴമാണ് എടുത്ത് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെന്ത സാധനം ഞാൻ എടുത്തുകൊണ്ട് വന്നു, മേശപ്പുറത്ത് കൊണ്ട് വെച്ചു. അപ്പോൾ പഴത്തിൻ്റെ തൊലിയെല്ലാം പൊളിച്ചെടുത്തിട്ട് അത് പഴവുമായിട്ട് തിന്നാൻ പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ. അപ്പം പഴം പൊളിച്ചു വെച്ചു. പൊളിച്ചതിൻ്റെ പുറത്ത് പുട്ടും വെച്ചു റെഡിയായിരിക്കുന്നു. ഇത് കണ്ട എല്ലാവർക്കും നന്ദി.